NIT 2024 സ്കീമിലെ ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന സബ്ജക്റ്റിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ബസ്സസ് ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. 3 മാർക്കിന് മൊഡ്യൂൾ 1ന്റെ പാർട്ടായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. സോ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആദ്യം തന്നെ ബസ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. A bus is a communication system that transfer data between different components of a computer or between multiple computers. സോ മെയിൻ ആയിട്ട് ബസ് എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബസ്സസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അത് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ the buses play a crucial role in enabling efficient and organized data communication between different components of a computer system. സോ എഫിഷ്യന്റ് ആൻഡ് ഓർഗനൈസ്ഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ബസ് ഒരു ക്രൂഷ്യൽ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ടൈപ്പ് ഓഫ് ബസ്സസ് ഇൻ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ എത്ര ടൈപ്പ് ബസ്സസ് ഉണ്ട്? മെയിൻ ആയിട്ട് 3 ടൈപ്പ് ബസ്സസ് ആണുള്ളത്. ഫസ്റ്റ് വൺ സിസ്റ്റം ബസ്, സെക്കൻഡ് വൺ എക്സ്പാൻഷൻ ബസ് ആൻഡ് തേർഡ് വൺ എക്സ്റ്റേണൽ ബസ് ഓർ IO ബസ്. സോ ഫസ്റ്റ് ബസ്സിനെ നോക്കാം, സിസ്റ്റം ബസ്. സിസ്റ്റം ബസ് കണക്ട് ദ CPU ടു മെയിൻ മെമ്മറി. ദെൻ ഈ സിസ്റ്റം ബസ്സിന് 3 പാർട്ട് ഉണ്ട്, അതായത് ഡാറ്റാ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഈ ഡാറ്റാ ബസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആക്ച്വൽ ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യും, അതായത് ഡാറ്റാ ബസ് ട്രാൻസ്ഫർ ആക്ച്വൽ ഡാറ്റ. ദെൻ അടുത്തതാണ് അഡ്രസ് ബസ്. അഡ്രസ് ബസ് സ്പെസിഫൈസ് മെമ്മറി ലൊക്കേഷൻ. സോ അഡ്രസ് ബസ്സിൽ നമുക്ക് അഡ്രസ് ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക. സോ അഡ്രസ്സിനെ ഈ അഡ്രസ് ബസ് ക്യാരി ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ കൺട്രോൾ ബസ് അല്ലെങ്കിൽ കൺട്രോൾ ലൈൻസ് എന്നൊക്കെ പറയും. സോ ഇറ്റ് ക്യാരീസ് കൺട്രോൾ സിഗ്നൽസ്. നമുക്ക് എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നതിന് ഓരോന്നിലും ഓരോ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ആ കൺട്രോൾ സിഗ്നൽസിനെ ക്യാരി ചെയ്യുന്ന ആളാണ് കൺട്രോൾ ബസ്. സോ അതാണ് സിസ്റ്റം ബസ്. സിസ്റ്റം ബസ് കണക്ട്സ് ദ CPU ടു മെയിൻ മെമ്മറി. ആ സിസ്റ്റം ബസ്സിന് തന്നെ നമുക്ക് 3 പാർട്ട് ഉണ്ട്, ഡാറ്റാ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. ദെൻ അടുത്തതാണ് എക്സ്പാൻഷൻ ബസ്. എക്സ്പാൻഷൻ ബസ് കണക്ട് പെരിഫറൽ ഡിവൈസസ് ലൈക്ക് ഗ്രാഫിക് കാർഡ്സ്, സൗണ്ട് കാർഡ്സ് ആൻഡ് നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ്. പെരിഫറൽ ഡിവൈസിനെ കണക്ട് ചെയ്യുന്ന ആളാണ് എക്സ്പാൻഷൻ ബസ്. ദെൻ ലാസ്റ്റ് വൺ എക്സ്റ്റേണൽ ബസ് അല്ലെങ്കിൽ IO ബസ് എന്ന് പറയും. സോ ഇറ്റ്സ് ലിങ്ക് ദ കമ്പ്യൂട്ടർ ടു എക്സ്റ്റേണൽ ഡിവൈസ്, ഫോർ എക്സാമ്പിൾ USB ആൻഡ് SATA. ഇതാണ് എക്സ്റ്റേണൽ ബസ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. 3 ടൈപ്പ് ഓഫ് ബസ് ഇൻ കമ്പ്യൂട്ടർ ആണ്. അതിൽ മെയിൻ ആയിട്ട് 3 ബസ് ആണുള്ളത്, സിസ്റ്റം ബസ്, എക്സ്പാൻഷൻ ബസ് ആൻഡ് എക്സ്റ്റേണൽ ബസ്. ഈ സിസ്റ്റം ബസ്സിൽ തന്നെ 3 പാർട്ട് ഉണ്ട്, ഡാറ്റാ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. നമ്മുടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ബസ്സസ് ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അതിന് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് 3 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്, എങ്കിൽ കൂടിയും ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ കമ്പോണൻസ്. അതായത് ബസ്സസ് ട്രാൻസ്ഫർ ഡാറ്റ ബിറ്റ്വീൻ ദ CPU, മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അതിൽ തന്നെ ഈ ഡാറ്റാ ബസ്, the data bus ensure that information moves between these components efficiently. For example, database നോക്കുകയാണെങ്കിൽ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. When a CPU fetches an instruction from RAM, the data bus carries the instruction to the CPU. അതായത് ഡാറ്റാ ബസ്സിൽ മെയിൻ ആയിട്ട് ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഡാറ്റാ ബസ് ക്യാരി ചെയ്യുക. അപ്പോൾ CPU റാമിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഡാറ്റാ ബസ്, അതായത് ആ ഇൻസ്ട്രക്ഷനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ് ഡാറ്റാ ബസ്. ഡാറ്റാ ബസ് ആയിരിക്കും ആ ഇൻസ്ട്രക്ഷനെ CPU നിന്ന് ക്യാരി ചെയ്യുക. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ കമ്പോണൻസ്. സോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡാറ്റാ ബസ്. ഇനി സെക്കൻഡ് പോയിന്റ് അഡ്രസ്സിംഗ് മെമ്മറി ആൻഡ് IO ഡിവൈസസ്. സോ നമ്മളൊരു ബസ്, സിസ്റ്റം ബസ്സിൽ തന്നെ ഒരു ബസ് പഠിച്ചിരുന്നു, അഡ്രസ് ബസ്. ആ അഡ്രസ് ബസ് ക്യാരി ചെയ്യുന്ന അഡ്രസ്സിനെയാണ് ക്യാരി ചെയ്യുക. സ്പെസിഫിക് മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും അഡ്രസ് ബസ് ക്യാരി ചെയ്യുക. സോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. The address bus help the CPU specify where data should be read from or written to. എവിടെ നിന്നാണ് ഡാറ്റ, ഏത് മെമ്മറി ലൊക്കേഷനാണ് ഡാറ്റ റീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണ് ഡാറ്റയെ റൈറ്റ് ചെയ്യേണ്ടത്. ആ മെമ്മറി ലൊക്കേഷൻ ആരുടെ കയ്യിലുണ്ടാവുക? അഡ്രസ് ബസ്സിലായിരിക്കും ആ മെമ്മറി ലൊക്കേഷൻ നമ്മൾ കൊടുക്കുക. Then each memory location and device has a unique address. ഓരോ മെമ്മറി ലൊക്കേഷനും ഒരു യൂണിക് അഡ്രസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ഒരു ഡാറ്റയെ ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷൻ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫിക് അഡ്രസ് എവിടെ കൊടുക്കും? അഡ്രസ് ബസ്സിൽ കൊടുക്കും. ഇനി അതിനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. When a program requests data from RAM, the CPU send the memory address through the address bus. അതായത് ഒരു റാമിന്റെ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പെസിഫിക് അഡ്രസ്, അതിന്റെ അഡ്രസ് ആരുടെ കയ്യിൽ കൊടുക്കും? അഡ്രസ് ബസിന്റെ കയ്യിൽ കൊടുക്കും. ആ അഡ്രസ് ബസിന്റെ കയ്യിൽ ആ ഒരു അഡ്രസ് നമുക്ക് കിട്ടി, എന്ത് ചെയ്യും? ആ സ്പെസിഫിക് അഡ്രസ്സിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ ഫെച്ച് ചെയ്യും. ആ ഫെച്ച് ചെയ്ത ഡാറ്റ എവിടേക്കോ ആർക്കാ കൊടുക്കുക? ഡാറ്റാ ബസിനാണ് കൊടുക്കുക. അതാണ് അഡ്രസ്സിംഗ് മെമ്മറി ആൻഡ് IO ഡിവൈസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് സിങ്ക്രണൈസേഷൻ ആൻഡ് കൺട്രോൾ. നമ്മുടെ സിസ്റ്റം ബസ്സിൽ തന്നെ 3ാമതൊരു ബസ് ഉണ്ടായിരുന്നു, എന്തായിരുന്നു? കൺട്രോൾ ബസ്. സോ ദ കൺട്രോൾ ബസ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ് ആൾ ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ്. ഇനി ഇറ്റ് സെൻഡ് സിഗ്നൽ സച്ച് ആസ് റീഡ്, റൈറ്റ്, ക്ലോക്ക് ആൻഡ് ഇന്ററപ്റ്റ് ടു എൻഷുർ പ്രോപ്പർ ടൈമിംഗ് ആൻഡ് എക്സിക്യൂഷൻ. അപ്പൊ നമുക്ക് ഒരു ഡാറ്റ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഓപ്പറേഷൻ? റീഡിംഗ് എന്നൊരു ഓപ്പറേഷൻ ആണ്. ആ റീഡിംഗ് എന്ന ഓപ്പറേഷൻ നടക്കണമെങ്കിൽ നമ്മളൊരു റീഡ് സിഗ്നൽ ജനറേറ്റ് ചെയ്യും, ഒരു കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അതായത് കയ്യിലുണ്ടായിരിക്കുക, അത് മാനേജ് ചെയ്യുന്ന ആളാണ് കൺട്രോൾ ബസ്. ഫോർ എക്സാമ്പിൾ, when saving a file, the control bus signals the hard drive to store the data.
അതായത് ഒരു ഫയൽ സേവ് ചെയ്യാണ്. അപ്പൊ ഈ കൺട്രോൾ ബസ് ഹാർഡ് ഡ്രൈവിന് സിഗ്നൽ കൊടുക്കും. അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സ്റ്റോർ ചെയ്യാണ്. അവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ സ്റ്റോറിംഗ് എന്ന ഓപ്പറേഷൻ ആണെന്നുള്ളത്. ഒരു സിഗ്നൽ ആര് ജനറേറ്റ് ചെയ്യും? കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തിട്ട് കൺട്രോൾ ബസ് അതിനെ മാനേജ് ചെയ്യും. അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയി വരുന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് എങ്കിൽ കൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.